എല്ലാവർക്കും ബ്ലൂടോ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. ഇതിൽ കൂടുതൽ നമ്മുടെ BNS ഭാരതീയ ന്യായ സംഹിത, അതേപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, പിന്നെ കുറച്ച് IT ആക്റ്റും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് BNSഉം BNSSഉം ആണ്. അപ്പോൾ പഠിച്ചവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്ത് ചെയ്യാം, നമുക്കൊന്ന് റിവിഷൻ അടിച്ചിട്ട് പോവാം. ഓക്കെ, റിവിഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ഇതിലൂടെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചെറിയ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അപ്പോൾ അത് കണ്ട് പേടിക്കാതിരിക്കുക. ഓക്കെ, സംഭവം ജസ്റ്റ് ചെറിയൊരു കടുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ പഠിച്ചവരെന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. BNSൻ്റെ 111 വകുപ്പ് എന്തിനെക്കുറിച്ചുള്ളതാണ്? ഭാരതീയ ന്യായ സംഹിതയിലെ 111 വകുപ്പ് എന്തിനെക്കുറിച്ചുള്ളതാണ്? ഉത്തരം സംഘടിത കുറ്റകൃത്യങ്ങൾ. 111 പറയുന്നത് എന്താണ്? സംഘടിത കുറ്റകൃത്യങ്ങൾ. ശ്രദ്ധിച്ചോ, 111 സംഘടിത കുറ്റകൃത്യങ്ങൾ. അടുത്ത് 110 വകുപ്പ് ഏത് കുറ്റകൃത്യത്തെ നിർവചിക്കുന്നു? ഉത്തരം നരഹത്യാശ്രമം. ഭാരതീയ ന്യായ സംഹിതയിലെ 110 വകുപ്പ് ഏത് കുറ്റത്തെയാണ് നിർവചിക്കുന്നത്? ഉത്തരം നരഹത്യാ കുറ്റമാണ് 110 വകുപ്പിൽ പറയുന്നത്. അടുത്ത ചോദ്യം, വധശ്രമം വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏത്? ഉത്തരം വകുപ്പ് 109. വധശ്രമം വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പേത്? ഏതാണ് അത്? 109 വധശ്രമം. ഓക്കെ, അടുത്ത്, ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിയെ ഒളിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? ശ്രദ്ധിക്കുക, ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്താണ്? ഉത്തരം 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവും 5 ലക്ഷത്തിൽ താഴെ കുറയാത്ത പിഴയും കിട്ടും. ശ്രദ്ധിച്ചോ, ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ ഒളിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണെന്നാണ് ചോദ്യം. ഉത്തരം 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവും 5 ലക്ഷത്തിൽ കുറയാത്ത പിഴയും എന്ത് ചെയ്യും, ശിക്ഷയായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, പൊതുപരീക്ഷാ ചോദ്യപേപ്പർ വിൽപ്പന ഏത് തരം കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം നിസാര സംഘടിത കുറ്റകൃത്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊരു സംഘടിത കുറ്റകൃത്യമാണ്. ഒരു പൊതുപരീക്ഷാ ചോദ്യപേപ്പർ വിൽപ്പന, ഇപ്പോൾ ഇടയ്ക്കൊരു ഇഷ്യൂസ് നടന്നു, അപ്പോൾ അതുമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബന്ധപ്പെട്ട് ചോദിക്കാം. അപ്പോൾ പൊതുപരീക്ഷാ ചോദ്യപേപ്പർ വിൽപ്പന ഏത് തരം കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നു? ഏത് തരത്തിലാണ്? അത് നിസാര സംഘടിത കുറ്റകൃത്യങ്ങളിലാണ് വരുന്നത്. ഓക്കെ, ഒരു ചാൻസ് ഉണ്ട് ചോദിക്കാൻ. ഓക്കെ, അടുത്ത്, നിസാര സംഘടിത കുറ്റകൃത്യങ്ങൾ വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏത്? ഏത് വകുപ്പാണ്? വകുപ്പ് 112. നിസാര സംഘടിത കുറ്റകൃത്യങ്ങൾ വിശദമാക്കിയിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏത്? വകുപ്പ് 112. പഠിച്ചു വെച്ചോ. അടുത്ത ചോദ്യം, 105 വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? 105 വകുപ്പ് വിശദീകരിക്കുന്ന എന്താണ്? കൊലപാതകമല്ലാത്ത നരഹത്യയ്ക്കുള്ള ശിക്ഷ. ശ്രദ്ധിച്ചോ, 105 പറയുന്നത് എന്താണ്? കൊലപാതകമല്ലാത്ത നരഹത്യയ്ക്കുള്ള ശിക്ഷ. 105. അടുത്ത്, ഭീകരപ്രവർത്തനം വിവരിച്ചിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏത്? ഭീകരപ്രവർത്തനം ഏത് വകുപ്പ്? വകുപ്പ് 113. അപ്പോൾ ഭീകരപ്രവർത്തനം വിവരിച്ചിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 113. ഏത്? വകുപ്പ് 113. ഓക്കെ, ഭീകരപ്രവർത്തനം വിവരിച്ചിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏത്?
വകുപ്പ് 113. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒന്ന് ശ്രദ്ധിച്ചോ. ഭാരതീയ ന്യായ സംഹിതയിലെ 111 വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? 111 സംഘടിത കുറ്റകൃത്യങ്ങൾ. അടുത്ത് 110 വകുപ്പ് ഏത് കുറ്റകൃത്യത്തെ നിർവചിക്കുന്നു? ഓർത്ത് നോക്ക്, 110 എന്താണ്? 110 നരഹത്യാശ്രമം, 110 നരഹത്യ, 111 സംഘടിത കുറ്റകൃത്യം. വധശ്രമം വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 109. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യുക, വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുക. അപ്പോൾ വധശ്രമം വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏത്? വകുപ്പ് 109. ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിയെ ഒളിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്ത്? ഉത്തരം 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവും 5 ലക്ഷത്തിൽ കുറയാത്ത പിഴയും. അടുത്ത് പൊതുപരീക്ഷാ ചോദ്യപേപ്പർ വിൽപ്പന ഏത് തരം കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നു? അത് നിസാര സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നു. ഈ നിസാര സംഘടിത കുറ്റകൃത്യങ്ങൾ വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 112. 105 വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? 105 കൊലപാതകമല്ലാത്ത നരഹത്യയ്ക്കുള്ള ശിക്ഷയാണ് 105 പറയുന്നത്. ഓക്കെ, അടുത്ത് ഭീകരപ്രവർത്തനം വിവരിച്ചിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ്. ഭീകരപ്രവർത്തനം 113. ഭീകരപ്രവർത്തനം 113. അപ്പോൾ ഒന്ന് ചുരുക്കി ഒന്നും കൂടെ പറഞ്ഞുതരാം. 111 പറയുന്നത് സംഘടിത കുറ്റകൃത്യങ്ങൾ, 110 പറയുന്നത് എന്താണ്? നരഹത്യാശ്രമം, 109 വധശ്രമം. സംഘടിത കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവും 5 ലക്ഷത്തിൽ കുറയാത്ത പിഴയും. നിസാര സംഘടിത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പ് 112. 105 വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? കൊലപാതകമല്ലാത്ത നരഹത്യയ്ക്കുള്ള ശിക്ഷയാണ് 105 പറയുന്നത്. സെക്ഷൻ 113 പറയുന്നത് എന്താണ്? ഭീകരപ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ. ഭീകരപ്രവർത്തനം മൂലം ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ശിക്ഷ എന്താണ്? അപ്പോൾ ഒരു ഭീകരപ്രവർത്തനം കാരണം ആരെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ ലഭിക്കുന്നത്? ഉത്തരം വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ലഭിക്കും. കൂടാതെ എന്ത് ചെയ്യും? പിഴയും കിട്ടും. അപ്പോൾ ഭീകരപ്രവർത്തനം മൂലം ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ശിക്ഷ എന്ത് കിട്ടും? വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം, കൂടാതെ എന്ത് ചെയ്യും? പിഴയും കിട്ടും. അടുത്ത ചോദ്യം. അപ്പോൾ ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏത്? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഏതാണിതാ? 113 ഭീകരപ്രവർത്തനം. അടുത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏത് തരം കുറ്റകൃത്യമായാണ് പരിഗണിക്കുന്നത്? സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അത് സംഘടിത കുറ്റകൃത്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏത് തരം കുറ്റകൃത്യമായി പരിഗണിക്കുന്നു? ഉത്തരം എന്താണ്? സംഘടിത കുറ്റകൃത്യങ്ങളായിട്ടാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. അടുത്ത ചോദ്യം. BNSSന്റെ അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 2X വകുപ്പ് എന്തിനെ നിർവചിക്കുന്നു? 2X വകുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സമൻസ് കേസ്. ഓക്കെ, 2X സമൻസ് കേസ്. അടുത്ത് കൊഗ്നൈസബിൾ കുറ്റകൃത്യം നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് G. ഓക്കെ, അപ്പോൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 2 ക്ലോസ് G ആണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ്. ഏത് വകുപ്പ്? സെക്ഷൻ 2 ക്ലോസ് G കൊഗ്നൈസബിൾ കുറ്റകൃത്യം നിർവചിച്ചിരിക്കുന്ന വകുപ്പ്. ഏത് വകുപ്പ്? സെക്ഷൻ 2 ക്ലോസ് G. അടുത്ത് ഒരു മജിസ്ട്രേറ്റ് നടത്തുന്ന എല്ലാ അന്വേഷണത്തെയും ഭാരതീയ ന്യായ സംഹിതയിൽ നിർവചിച്ചിരിക്കുന്നത് എന്തെന്നാണ്? ഉത്തരം അതിനെ നമ്മൾ എന്ത് പറയുന്നു? എൻക്വയറി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു മജിസ്ട്രേറ്റ് നടത്തുന്ന എല്ലാ അന്വേഷണത്തെയും BNSS പ്രകാരം എന്തെന്ന് പറയുന്നു?
അതിനെ എൻക്വയറി എന്ന് പറയുന്നു. സിമ്പിളാണ്, ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അടുത്ത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് എന്നത് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏതിലാണ്? സെക്ഷൻ 2 ക്ലോസ് എയിലാണ് പറയുന്നത്. അപ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് എന്നത് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 2 ക്ലോസ് എയിലാണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് എന്നതിനെ നിർവചിച്ചിരിക്കുന്നത്. അടുത്ത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആകെ അധ്യായങ്ങൾ എത്രയാണ്? 39. അപ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ ഉൾപ്പെട്ടിട്ടുള്ള അധ്യായങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 39 അധ്യായങ്ങൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ അല്ലെങ്കിൽ BNSSൽ ഉണ്ട്. ഓക്കെ, അടുത്ത BNSSൻ്റെ ഏത് ഷെഡ്യൂളിലാണ് ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ വിശദമാക്കുന്നത്? 1-ാമത്തെ ഷെഡ്യൂളിലാണ്. ഓക്കെ, BNSSൻ്റെ ഏത് ഷെഡ്യൂളിലാണ് ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ വിശദമാക്കുന്നത്? ഉത്തരം 1-ാമത്തെ ഷെഡ്യൂളിലാണ്. ഏതിലാണ്? 1-ാമത്തെ ഷെഡ്യൂളിലാണ് ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ വിശദമാക്കുന്നത്. ഏതിൽ? BNSSൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ശ്രദ്ധിച്ചോ. ഭീകരപ്രവർത്തനം മൂലം ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ, അപ്പോൾ ഭീകരപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏത്? സെക്ഷൻ ഏത്? സെക്ഷൻ 113 നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഭീകരപ്രവർത്തനം മൂലം ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ശിക്ഷ എന്താണ്? വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം കൂടാതെ പിഴയും എന്ത് ചെയ്യും? കിട്ടും. അടുത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏത് തരം കുറ്റകൃത്യമാണ്? അത് ഒരു സംഘടിത കുറ്റകൃത്യമാണ്. BNSSൻ്റെ 2 ക്ലോസ് എക്സ് വകുപ്പ് പറയുന്നത് എന്താണ്? 2 ക്ലോസ് എക്സ് എന്ന് പറയുമ്പോൾ അത് സമൻസ് കേസ്. 2X സമൻസ് കേസ്. അടുത്ത് കൊഗ്നൈസബിൾ കുറ്റകൃത്യം നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 ക്ലോസ് G. കൊഗ്നൈസബിൾ കുറ്റം സെക്ഷൻ 2 ക്ലോസ് G. ഒരു മജിസ്ട്രേറ്റ് നടത്തുന്ന എല്ലാ അന്വേഷണത്തെയും BNSSൽ നിർവചിച്ചിരിക്കുന്നത് എന്തെന്നാണ്? ഉത്തരം എൻക്വയറി എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. എന്താണ്? എൻക്വയറി. അടുത്ത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് എന്നത് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 ക്ലോസ് എ. ഓഡിയോ വീഡിയോ എന്ന് നിർവചിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 2 ക്ലോസ് എ. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആകെ അധ്യായങ്ങൾ എത്ര? 39 അധ്യായങ്ങൾ. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ ഏത് ഷെഡ്യൂളിലാണ് ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ വിശദമാക്കുന്നത്? അത് 1-ാമത്തെ ഷെഡ്യൂളിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിച്ചോ. 2 ക്ലോസ് Y വകുപ്പ് എന്തിനെ നിർവചിച്ചിരിക്കുന്നു? 2 ക്ലോസ് Y എന്ന് പറയുമ്പോൾ ഇര എന്നതിനെയാണ് നിർവചിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോ. 2 ക്ലോസ് Y വകുപ്പ് എന്തിനെ നിർവചിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഇര. ഓക്കെ, അടുത്ത് വധശിക്ഷയോ ജീവപര്യന്തമോ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയോ ലഭിക്കുന്ന കേസുകൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം വാറണ്ട് കേസ്. വധശിക്ഷയോ ജീവപര്യന്തമോ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയോ ലഭിക്കുന്ന കേസുകൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം വാറണ്ട് കേസ്. ഓക്കെ, വാറണ്ട് കേസ്. അടുത്ത ചോദ്യം. പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികാരത്തെക്കുറിച്ചും പോലീസിനോ മജിസ്ട്രേറ്റിനോ നൽകേണ്ട സഹായത്തെക്കുറിച്ചും വിശദമാക്കുന്ന അധ്യായം ഏത്? അധ്യായം 5 ആണ്. ഓക്കെ, അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികാരത്തെക്കുറിച്ചും പോലീസിനോ മജിസ്ട്രേറ്റിനോ നൽകേണ്ട സഹായത്തെക്കുറിച്ചും വിശദമാക്കുന്ന അധ്യായം ഏതധ്യായമാണ്? ഏതധ്യായമാണ്? അധ്യായം 5. ഏതധ്യായം? അധ്യായം 5. അടുത്ത ചോദ്യം. പൊതുജനങ്ങൾ പോലീസിനെ അസിസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 31. അപ്പോൾ
പൊതുജനം പോലീസിനെ അസിസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വിശദമാക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 31. വകുപ്പ് 31. അടുത്ത്, ബലാത്സംഗ കേസിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയുടെ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൈമാറേണ്ടത് ആരാണ്? നമുക്കറിയാം, അത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കൈമാറേണ്ടത്. ശ്രദ്ധിച്ചോ, ബലാത്സംഗ കേസിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയുടെ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൈമാറേണ്ടത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അപ്പോൾ ബലാത്സംഗ കേസിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയുടെ റിപ്പോർട്ട് ആര് മജിസ്ട്രേറ്റിന് കൈമാറണം? അന്വേഷണ ഉദ്യോഗസ്ഥൻ. അടുത്ത ചോദ്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യ പരിശോധനയെക്കുറിച്ച് വിശദമാക്കുന്ന BNSSലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് ഏത്? ഉത്തരം വകുപ്പ് 53. ശ്രദ്ധിച്ചോ, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യ പരിശോധനയെക്കുറിച്ച് വിശദമാക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 53. ഓക്കെ, അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യ പരിശോധനയെക്കുറിച്ച് വിശദമാക്കുന്ന BNSSൻ്റെ വകുപ്പ് ഏത്? വകുപ്പ് 53. ഏതാണ്? വകുപ്പ് 53. അടുത്ത ചോദ്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 54. ഓക്കെ, അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 56. ഓക്കെ, 54. ശ്രദ്ധിച്ചോ, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള വകുപ്പ് ഏത്? സെക്ഷൻ 54. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. നമ്മളൊരു കാര്യം 2 പ്രാവശ്യം പറഞ്ഞു പോകും, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും, റെപ്പറ്റീഷൻ കൊണ്ട് തലയിൽ കയറും. അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, 2Y എന്തിനെക്കുറിച്ച് പറയുന്നു? 2Y എന്ന വകുപ്പ് ഇര എന്നതിനുള്ള നിർവചനമാണ്. അടുത്ത ചോദ്യം, വധശിക്ഷയോ ജീവപര്യന്തമോ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയോ ലഭിക്കുന്ന കേസുകൾ ഏതിൽ ഉൾപ്പെടുന്നു? വാറണ്ട് കേസിൽ ഉൾപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികാരത്തെക്കുറിച്ചും പോലീസിനോ മജിസ്ട്രേറ്റിനോ നൽകേണ്ട സഹായത്തെക്കുറിച്ചും വിശദമാക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 5. പൊതുജനങ്ങൾ പോലീസിനെ അസിസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 31. ബലാത്സംഗ കേസിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയുടെ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൈമാറേണ്ടത് ആരായിരിക്കും? അന്വേഷണ ഉദ്യോഗസ്ഥൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യ പരിശോധനയെക്കുറിച്ച് വിശദമാക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? 53. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 54. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ നോക്കി. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കീഴുദ്യോഗസ്ഥനെ അയക്കുന്ന ഓഫീസർ സ്വീകരിക്കേണ്ട നടപടികൾ വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? നിങ്ങൾ സാധാരണ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുമ്പോൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കീഴുദ്യോഗസ്ഥനെ അയക്കുന്ന ഓഫീസർ സ്വീകരിക്കേണ്ട നടപടികൾ വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? ഉത്തരം സെക്ഷൻ 55 അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കീഴുദ്യോഗസ്ഥനെ അയക്കുന്ന ഒരു ഓഫീസർ സ്വീകരിക്കേണ്ട നടപടികൾ വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ 55. സെക്ഷൻ 55 ഓർത്ത് വച്ചോ. അടുത്ത്, കസ്റ്റഡിയിലെടുക്കുന്ന ആളുടെ സുരക്ഷയും ആരോഗ്യവും ആരുടെ ചുമതലയാണ്? നമുക്കറിയാം,
കസ്റ്റഡിയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ ചുമതലയാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്ന ആളുടെ സുരക്ഷയും ആരോഗ്യവും ആരുടെ ചുമതലയാണ്? കസ്റ്റഡിയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ ചുമതലയാണ്. അടുത്ത ചോദ്യം, BNSSൻ്റെ 58-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള സമയപരിധി എത്ര? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് 24 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, BNSSൻ്റെ 58-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ, അപ്പോൾ 58-ാം വകുപ്പിലാണിത് പറയുന്നത്, ശ്രദ്ധിച്ചോ, അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള സമയപരിധി എത്രയാണ്? 24 മണിക്കൂറാണ് സമയപരിധി പറഞ്ഞിരിക്കുന്നത്. അടുത്ത്, അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ കാലതാമസം കൂടാതെ ജാമ്യത്തിനുതകുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് സെക്ഷൻ 57. ഓക്കെ, സെക്ഷൻ 57. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ കാലതാമസം കൂടാതെ ജാമ്യത്തിനുതകുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് ഏത്? ഉത്തരം സെക്ഷൻ 57. അടുത്ത ചോദ്യം, BNSSൻ്റെ 59-ാം വകുപ്പ് പ്രകാരം പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ജില്ലാ മജിസ്ട്രേറ്റിനാണ്. BNSSൻ്റെ 59-ാം വകുപ്പ് പ്രകാരം പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ജില്ലാ മജിസ്ട്രേറ്റിനാണ് റിപ്പോർട്ട് നൽകേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, BNSSൻ്റെ 61-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? 61-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? കസ്റ്റഡിയിലുള്ള പ്രതി രക്ഷപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ചാണ്. അപ്പോൾ BNSSൻ്റെ 61-ാം വകുപ്പ്, ശ്രദ്ധിച്ചോ, BNSSൻ്റെ 61-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? കസ്റ്റഡിയിലുള്ള പ്രതി രക്ഷപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നടപടികളാണ് സെക്ഷൻ 61 പറയുന്നത്. അടുത്ത്, സമൻസിൻ്റെ നടപടികൾ വിശദമാക്കുന്ന BNSSലെ അധ്യായം ഏത്? അധ്യായം 6. ഓക്കെ, അപ്പോൾ സമൻസിൻ്റെ നടപടികൾ വിശദമാക്കുന്ന BNSSലെ അധ്യായം ഏതാണ്? അധ്യായം 6. ഏതാണ്? അധ്യായം 6. ഓക്കെ, സമൻസിൻ്റെ നടപടികൾ വിശദമാക്കുന്ന BNSSലെ അധ്യായം ഏതധ്യായം? അധ്യായം 6. അടുത്ത ചോദ്യം, BNSൻ്റെ 103-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? BNSൻ്റെ 103-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊലപാതകത്തിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ BNSൻ്റെ 103-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊലപാതകത്തിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചോ, BNSൻ്റെ 103-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊലപാതകത്തിനുള്ള ശിക്ഷ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മൾ കുറേ സെക്ഷൻസ് ഇങ്ങനെ നോക്കി പോവുകയാണ്. ചെറിയൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണുക, മെയിൻ പോയിൻറ്റ്സ് എഴുതിയെടുക്കുക, പെട്ടെന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുവാണ്. വാറണ്ടില്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കീഴുദ്യോഗസ്ഥനെ അയക്കുന്ന ഓഫീസർ സ്വീകരിക്കേണ്ട നടപടികൾ വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? ഏതാണ്? സെക്ഷൻ 55. കസ്റ്റഡിയിലെടുക്കുന്ന ആളുടെ സുരക്ഷയും ആരോഗ്യവും ആരുടെ ചുമതലയാണ്? ഉത്തരം കസ്റ്റഡിയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ. BNSSൻ്റെ 58-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള സമയപരിധി എത്ര? 24 മണിക്കൂറാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ കാലതാമസം കൂടാതെ ജാമ്യത്തിനുതകുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് ഏത്?
ഉത്തരം സെക്ഷൻ 57. BNSSന്റെ 59-ാം വകുപ്പ് പ്രകാരം പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ജില്ലാ മജിസ്ട്രേറ്റിനാണ് റിപ്പോർട്ട് നൽകേണ്ടത്. BNSSന്റെ 61-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? കസ്റ്റഡിയിലുള്ള പ്രതി രക്ഷപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നടപടികളാണ് 61-ാം വകുപ്പിൽ പറയുന്നത്. അടുത്ത് സമൻസിൻ്റെ നടപടികൾ വിശദമാക്കുന്ന BNSSലെ അധ്യായം ഏത്? അധ്യായം 6-ലാണ് പറയുന്നത്. അടുത്ത് ലാസ്റ്റ് BNSന്റെ 103-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൊലപാതകത്തിനുള്ള ശിക്ഷ. അപ്പോൾ BNSന്റെ 103-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊലപാതകത്തിനുള്ള ശിക്ഷ. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഒരാൾ താൻ കൊല്ലാൻ ഉദ്ദേശിച്ച വ്യക്തിയെ അല്ലാതെ മറ്റൊരാളെ കൊല്ലുന്നതിനെ വിശദമാക്കുന്ന വകുപ്പ്. ഒരാൾ താൻ കൊല്ലാൻ ഉദ്ദേശിച്ച വ്യക്തിയെ അല്ലാതെ മറ്റൊരാളെ കൊല്ലുന്നു. അപ്പോൾ അത് വിശദമാക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 102. സെക്ഷൻ 102. അപ്പോൾ ഒരാൾ താൻ കൊല്ലാൻ ഉദ്ദേശിച്ച വ്യക്തിയെ അല്ലാതെ മറ്റൊരാളെ കൊല്ലുന്നതിനെ വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 102. അടുത്ത ചോദ്യം. 5 അതിലധികമോ ആളുകൾ ചേർന്ന് വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല നടത്തിയാലുള്ള ശിക്ഷ എന്ത്? ഉത്തരം പിഴയും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തവും കിട്ടും. ശ്രദ്ധിച്ചോ, 5 അതിലധികമോ ആളുകൾ ചേർന്ന് ഒരു വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല നടത്തിയാൽ ശിക്ഷ എന്താണ്? പിഴയും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തവും കിട്ടും. അടുത്ത ചോദ്യം. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായി പ്രേരിപ്പിക്കപ്പെട്ട വ്യക്തി ആത്മഹത്യ ചെയ്താലുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 10 വർഷം വരെ തടവും പിഴയുമാണ്. ഓക്കെ. അപ്പോൾ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായി പ്രേരിപ്പിക്കപ്പെട്ട വ്യക്തി ആത്മഹത്യ ചെയ്താലുള്ള ശിക്ഷ എന്ത്? ഉത്തരം 10 വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷയായി കിട്ടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. 108-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? 108-ാം വകുപ്പ് ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ 108-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകലിനെ കുറിച്ചാണ് 108-ാം വകുപ്പ് പറയുന്നത്. ഓക്കെ. അടുത്ത് നരഹത്യ വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 100. നരഹത്യ വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 100 ആണ് നരഹത്യ. അടുത്ത് 104-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? ഉത്തരം വധശിക്ഷയോ മരണം വരെയുള്ള തടവോ. 104-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? വധശിക്ഷയോ മരണം വരെയുള്ള തടവോ ആണ് 104 പ്രകാരമുള്ള ശിക്ഷ. അടുത്ത ചോദ്യം. ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നരഹത്യയിലേക്ക് എത്താത്ത രീതിയിലുള്ള മരണത്തിനിടയാക്കിയാലുള്ള ശിക്ഷ എന്ത്? ഉത്തരം 2 വർഷം വരെ തടവും പിഴയുമാണ്. ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നരഹത്യയിലേക്ക് എത്താത്ത രീതിയിലുള്ള മരണത്തിനിടയാക്കിയാൽ ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവും പിഴയുമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. കൊലപാതകം വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 101. കൊലപാതകം വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 101-ലാണ് കൊലപാതകത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഓക്കെ. അപ്പോൾ കൊലപാതകം വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ 101. അടുത്ത ചോദ്യം. ഒരു കുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 107 പ്രകാരം. ഒരു കുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്?
ഉത്തരം സെക്ഷൻ 107 പ്രകാരമാണ് ഒരു കുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാകുന്നത്. ഏത് വകുപ്പ് പ്രകാരമാണ്? 107 പ്രകാരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി നോക്കാം. അപ്പോൾ പഠിക്കുന്നവരും പഠിച്ച് കഴിഞ്ഞവരും എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങൾ നോക്കുക. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെയും വായിച്ച് പഠിച്ചെടുക്കുക. കാരണം ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ചുമ്മാ വർത്തമാനം പറഞ്ഞ് വീഡിയോയിലൊന്നും സമയം കളയുന്നില്ല. ചോദ്യ ഉത്തരങ്ങൾ മാത്രമേ നമ്മൾ വായിച്ച് പോകുന്നുള്ളൂ. ശ്രദ്ധിച്ചു. അപ്പോൾ ഇതൊന്നുകൂടി നോക്കാം. ഒരാൾ താൻ കൊല്ലാൻ ഉദ്ദേശിച്ച വ്യക്തിയെ അല്ലാതെ മറ്റൊരാളെ കൊല്ലുന്നതിനെ വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 102. 5 അതിലധികമോ ആളുകൾ ചേർന്ന് വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല നടത്തിയാലുള്ള ശിക്ഷ എന്ത്? പിഴയും വധശിക്ഷയും അല്ലെങ്കിൽ ജീവപര്യന്തവും. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായി പ്രേരിപ്പിക്കപ്പെട്ട വ്യക്തി ആത്മഹത്യ ചെയ്താലുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 10 വർഷം വരെ തടവും പിഴയും ലഭിക്കും. 108 വകുപ്പ് എന്തിനെ കുറിച്ച് പറയുന്നു? 108 ആത്മഹത്യക്ക് പ്രേരണ നൽകൽ. നരഹത്യ വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ 100. 104 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? വധശിക്ഷയോ മരണം വരെയുള്ള തടവോ? ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നരഹത്യയിലേക്ക് എത്താത്ത രീതിയിലുള്ള മരണത്തിനിടയാക്കിയാലുള്ള ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവും പിഴയും. കൊലപാതകം വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 101 കൊലപാതകം വിശദീകരിക്കുന്നത്. ഒരു കുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 107 പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കാം. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ ലൈംഗിക വൃത്തിക്കായി ഇറക്കുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 141. ഓക്കെ, അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ ലൈംഗിക വൃത്തിക്കായി ഇറക്കുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 141. ഓക്കെ, 141 ഓർത്ത് വച്ചേക്കുക. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ ലൈംഗിക വൃത്തിക്കായി ഇറക്കുമതി ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പ് 141. അടുത്ത്, മനുഷ്യക്കടത്തിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ കൂട്ടുനിന്നാൽ ശിക്ഷ എന്താണ്? മനുഷ്യക്കടത്തിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ കൂട്ടുനിന്നാൽ ശിക്ഷ എന്താണ്? ഉത്തരം സ്വാഭാവിക മരണം വരെയുള്ള തടവും പിഴയുമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, മനുഷ്യക്കടത്തിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ കൂട്ടുനിന്നാൽ ശിക്ഷ എന്താണ്? സ്വാഭാവിക മരണം വരെയുള്ള തടവും പിഴയും കിട്ടും. അടുത്ത്, ഒരാളെ അയാളുടെ ഇഷ്ടത്തിനെതിരായി നിർബന്ധിത ജോലി ചെയ്യിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 146. ഓക്കെ, അപ്പോൾ ഒരാളെ അയാളുടെ ഇഷ്ടത്തിനെതിരായി നിർബന്ധിത ജോലി ചെയ്യിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 146. ഏതാണ്? സെക്ഷൻ 146. ഒരാളെ അയാളുടെ ഇഷ്ടത്തിനെതിരായി നിർബന്ധിതമായ ജോലി ചെയ്യിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 146. അടുത്ത ചോദ്യം, അൺലാഫുൾ അസംബ്ലി വിശദമാക്കിയിട്ടുള്ള വകുപ്പ് ഏത്? ഉത്തരം സെക്ഷൻ 189. അൺലാഫുൾ അസംബ്ലിയെക്കുറിച്ച് വിശദമാക്കിയിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 189. അതിൻ്റെ ഇൻസൈഡോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വച്ചേക്കുക. അൺലാഫുൾ അസംബ്ലി സെക്ഷൻ 189. ഓക്കെ, അടുത്ത ചോദ്യം, മാരകായുധങ്ങളോടെ അൺലോഫുൾ അസംബ്ലിയിൽ അംഗമായാലുള്ള തടവ് ശിക്ഷ എത്രയാണ്? ഉത്തരം 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അപ്പോൾ മാരക ആയുധങ്ങളോടെ
അൺലോഫുൾ അസംബ്ലിയിൽ അംഗമായാലുള്ള തടവ് ശിക്ഷ എത്രയാണ്? 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന അറിവോടുകൂടി ഒളിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് ഏത്? ഉത്തരം സെക്ഷൻ 142. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന അറിവോടുകൂടി ഒളിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 142. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാളെ രഹസ്യമായി തടവിലിടാൻ വേണ്ടി തട്ടിക്കൊണ്ടു വന്നാലുള്ള ശിക്ഷ എന്താണ്? 7 വർഷം വരെ തടവും പിഴയുമാണ്. ഓക്കെ, അപ്പോൾ ഒരാളെ രഹസ്യമായി തടവിലിടാൻ വേണ്ടി തട്ടിക്കൊണ്ടു വന്നാലുള്ള ശിക്ഷ എന്താണ്? 7 വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കുന്നത്. എന്താണ്? 7 വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കാം. ശ്രദ്ധിച്ചോ. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ ലൈംഗിക വൃത്തിക്കായി ഇറക്കുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വിശദമാക്കുന്ന വകുപ്പ് 141. മനുഷ്യക്കടത്തിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ കൂട്ടുനിന്നാൽ ശിക്ഷ എന്താണ്? സ്വാഭാവിക മരണം വരെയുള്ള തടവും പിഴയുമാണ്. ഒരാളെ അയാളുടെ ഇഷ്ടത്തിനെതിരായി നിർബന്ധിത ജോലി ചെയ്യിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 146. അൺലാഫുൾ അസംബ്ലി വിശദമാക്കിയിട്ടുള്ള വകുപ്പ് സെക്ഷൻ 189. മാരകായുധങ്ങളോടെ അൺലാഫുൾ അസംബ്ലിയിൽ അംഗമായാലുള്ള തടവ് ശിക്ഷ എത്രയാണ്? 2 വർഷം വരെയാണ് തടവ് ശിക്ഷ കിട്ടുന്നത്. ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന അറിവോടുകൂടി ഒളിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 142. ഒരാളെ രഹസ്യമായി തടവിലിടാൻ വേണ്ടി തട്ടിക്കൊണ്ടുവന്നാലുള്ള ശിക്ഷ എന്താണ്? 7 വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നോക്കി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. ശ്രദ്ധിച്ചു. 141 വകുപ്പ് പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്യുന്നതാണ് കുറ്റകരം? ഉത്തരം 21 വയസ്സ്. ഓക്കെ, അപ്പോൾ 18 വയസ്സിലേക്ക് ചാടി പോരുത്. 141 വകുപ്പ് പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്യുന്നതാണ് കുറ്റകരമെന്ന് പറയുന്നത്? ഉത്തരം 21 വയസ്സിന് താഴെയുള്ള കുട്ടികളെ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കുട്ടിയെ മനുഷ്യക്കടത്തിന് വിധേയമാക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 143. ഒരു കുട്ടിയെ മനുഷ്യക്കടത്തിന് വിധേയമാക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 143. ഏതാണ്? സെക്ഷൻ 143. അടുത്ത ചോദ്യം. പിരിച്ചുവിട്ട അൺലാഫുൾ അസംബ്ലിയിൽ തുടർന്നു പോകുന്നതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ എന്ത് ചെയ്യും? ശിക്ഷയായി കിട്ടും. ശ്രദ്ധിച്ചോ. പിരിച്ചുവിട്ട അൺലാഫുൾ അസംബ്ലിയിൽ തുടർന്നു പോകുന്നതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി എന്ത് ചെയ്യും? ശിക്ഷയായിട്ട് ലഭിക്കും. ശ്രദ്ധിച്ച് വച്ചോ. അടുത്ത ചോദ്യം. വാറണ്ട് ഏതൊരു വ്യക്തിയുടെ പേരിലും നിർദ്ദേശിക്കാമെന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം സെക്ഷൻ 75. ശ്രദ്ധിച്ചോ. വാറണ്ട് ഏതൊരു വ്യക്തിയുടെ പേരിലും നിർദ്ദേശിക്കാമെന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 75. ഏതാണ്? സെക്ഷൻ 75. അപ്പോൾ ശ്രദ്ധിച്ചോ. വാറണ്ട് ഏതൊരു വ്യക്തിയുടെ പേരിലും നിർദ്ദേശിക്കാമെന്ന്, അതായത് അറസ്റ്റിന് സമ്മതിച്ചു കഴിഞ്ഞാൽ
വാറണ്ട് ഏതൊരു വ്യക്തിയുടെ പേരിലും നിർദ്ദേശിക്കാമെന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 75 ആണ്. സെക്ഷൻ 75. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നൽകിയ വാറണ്ട് നടപ്പിലാക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കഴിയുമെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? മറ്റൊരു ഉദ്യോഗസ്ഥനും കഴിയുമെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 76 ആണ്. ഏതാണ്? സെക്ഷൻ 76. ശ്രദ്ധിച്ചോ, ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നൽകിയ വാറണ്ട് നടപ്പിലാക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കഴിയുമെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? ഏത് വകുപ്പ്? സെക്ഷൻ 76. ഓർത്തു വച്ചോ. അടുത്ത ചോദ്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാലതാമസം കൂടാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 78. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാലതാമസം കൂടാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 78. സെക്ഷൻ 78. അപ്പോൾ ശ്രദ്ധിച്ചോ, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാലതാമസം കൂടാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 78. അടുത്ത് 78-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ എത്ര സമയത്തിനുള്ളിൽ ഹാജരാക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്? 24 മണിക്കൂറിനുള്ളിലാണ്. ശ്രദ്ധിച്ചോ, 78-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ എത്ര സമയത്തിനുള്ളിൽ ഹാജരാക്കണം? എത്ര സമയത്തിനുള്ളിലാണ്? 24 മണിക്കൂറിനുള്ളിൽ. ഇത് പറയുന്ന വകുപ്പ് ഏത്? 78-ാം വകുപ്പ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. അടുത്ത് 79-ാം വകുപ്പ് പ്രകാരം വാറണ്ട് എവിടെയാണ് നടപ്പിലാക്കാൻ കഴിയുക? എവിടെയാണ്? തിരുവനന്തപുരത്താണോ, കൊല്ലത്താണോ, കേരളത്തിലാണോ, തമിഴ്നാട്ടിലാണോ? അങ്ങനെയൊന്നുമല്ല. 79-ാം വകുപ്പ് പ്രകാരം വാറണ്ട് എവിടെ നടപ്പിലാക്കാൻ കഴിയും? ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാം? വാറണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നടപ്പിലാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വകുപ്പ് ഏത്? 79-ാം വകുപ്പ്. ഓക്കെ. അപ്പോൾ 79-ാം വകുപ്പ് പ്രകാരം വാറണ്ട് എവിടെയാണ് നടപ്പിലാക്കാൻ കഴിയുക? ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാം? വാറണ്ട് നടപ്പിലാക്കാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകൂടി നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു. 141-ാം വകുപ്പ് പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്യുന്നതാണ് കുറ്റകരമെന്ന് പറയുന്നത്? 21 വയസ്സുള്ള താഴെയുള്ള പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്യുന്നതാണ് കുറ്റകരം. അത് പറയുന്നത് 141-ാം വകുപ്പ്. ഒരു കുട്ടിയെ മനുഷ്യക്കടത്തിന് വിധേയമാക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ്? സെക്ഷൻ 143. പിരിച്ചുവിട്ട അൺലാഫുൾ അസംബ്ലിയിൽ തുടർന്നു പോകുന്നതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ? വാറണ്ട് ഏതൊരു വ്യക്തിയുടെ പേരിലും നിർദ്ദേശിക്കാമെന്ന് വിശദമാക്കുന്ന വകുപ്പ്? സെക്ഷൻ 75 ആണ്. സെക്ഷൻ 75. ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നൽകിയ വാറണ്ട് നടപ്പിലാക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കഴിയുമെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 76. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാലതാമസം കൂടാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 78. 78-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ എത്ര സമയത്തിനുള്ളിൽ ഹാജരാക്കണം? എത്രയാണ്? നമുക്കറിയാം 24 മണിക്കൂർ. ഏത് സെക്ഷനിൽ പറയുന്നു? 78-ാം വകുപ്പിൽ പറയുന്നു. അടുത്ത് 79-ാം വകുപ്പ് പ്രകാരം വാറണ്ട് എവിടെയാണ് നടപ്പിലാക്കാൻ കഴിയുക? എവിടെ നടപ്പിലാക്കാം? ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാം? വാറണ്ട് നടപ്പിലാക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത സെക്ഷൻ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ശ്രദ്ധിച്ചിരുന്നു. വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള സ്ഥലത്ത്
വാറണ്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 80 എത്രയാണ്? സെക്ഷൻ 80. അപ്പോൾ ശ്രദ്ധിച്ചോ, വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള സ്ഥലത്ത് വാറണ്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 80. ഏത് സെക്ഷനാണ്? സെക്ഷൻ 80. അടുത്ത ചോദ്യം, 81 വകുപ്പ് പ്രകാരം വാറണ്ട് നടപ്പിലാക്കാൻ നൽകുമ്പോൾ നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് ഏതായിരിക്കണം? ഉത്തരം, പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥനിൽ നിന്നും കുറയാത്ത റാങ്ക് ആയിരിക്കണം. ശ്രദ്ധിച്ചോ, 81 വകുപ്പ് പ്രകാരം വാറണ്ട് നടപ്പിലാക്കാൻ നൽകുമ്പോൾ നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്തായിരിക്കണം? പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥനിൽ നിന്നും കുറയാത്ത റാങ്ക് ആയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, 80 വകുപ്പ് പ്രകാരം വാറണ്ട് ആർക്കാണ് അയച്ചു നൽകേണ്ടത്? ഉത്തരം, നടപ്പിലാക്കേണ്ട സ്ഥലത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ പോലീസ് സൂപ്രണ്ടിനോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ വാറണ്ട് അയച്ച് നൽകേണ്ടത്. അപ്പോൾ അത് പറയുന്ന വകുപ്പ് സെക്ഷൻ 80. ശ്രദ്ധിച്ചോ, 80 വകുപ്പ് പ്രകാരം വാറണ്ട് ആർക്കാണ് അയച്ച് നൽകേണ്ടത്? ഉത്തരം, നടപ്പിലാക്കേണ്ട സ്ഥലത്തെ എക്സിക്യൂട്ടീവ്, അതായത് വാറണ്ട് എവിടെയാണോ നടപ്പിലാക്കേണ്ടത് ആ നടപ്പിലാക്കേണ്ട സ്ഥലത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ പോലീസ് സൂപ്രണ്ടിനോ കമ്മീഷണർക്കോ ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ വാറണ്ട് അയച്ച് നൽകേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്കെതിരെ വാറണ്ട് ഉണ്ടെങ്കിൽ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിക്ക് വിശദീകരിച്ചു നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 77. ഓക്കെ, സെക്ഷൻ 77. ശ്രദ്ധിച്ചോ, ഒരു വ്യക്തിക്കെതിരെ വാറണ്ട് ഉണ്ടെങ്കിൽ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിക്ക് വിശദീകരിച്ചു നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 77. ഏത്? സെക്ഷൻ 77 ആണ്. അടുത്ത ചോദ്യങ്ങൾ, 82 വകുപ്പ് പ്രകാരം അറസ്റ്റ് വിവരം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആർക്കാണ്? ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 82 വകുപ്പ് പ്രകാരം അറസ്റ്റ് വിവരം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഉത്തരം, ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർക്കാണ് അറസ്റ്റ് വിവരം എന്ത് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അറസ്റ്റ് വിവരം റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? 82 വകുപ്പ് പ്രകാരം ഡെസിഗ്നേറ്റഡ് ഓഫീസർക്ക്. അടുത്ത്, ഭാരതീയ ന്യായ സംഹിതയിലെ 310 വകുപ്പ് എന്തിനെ നിർവചിച്ചിരിക്കുന്നു? ഉത്തരം, ഡെക്കോയിറ്റിയാണ്. ഓക്കെ, BNSന്റെ 310 വകുപ്പ് എന്തിനെ നിർവചിച്ചിരിക്കുന്നു? ഡെക്കോയിറ്റിയാണ് 310 വകുപ്പ് പറയുന്നത്. അടുത്ത്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 316. ഓക്കെ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം, സെക്ഷൻ 316. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 316. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നു, വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള സ്ഥലത്ത് വാറണ്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 80. 81 വകുപ്പ് പ്രകാരം വാറണ്ട് നടപ്പിലാക്കാൻ നൽകുമ്പോൾ നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്തായിരിക്കണം? പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥനിൽ നിന്നും കുറയാത്ത റാങ്ക് ആയിരിക്കണം. അടുത്ത ചോദ്യം, 80 വകുപ്പ് പ്രകാരം വാറണ്ട് ആർക്കാണ് അയച്ചു നൽകേണ്ടത്? ഉത്തരം, നടപ്പിലാക്കേണ്ട സ്ഥലത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ പോലീസ് സൂപ്രണ്ടിനോ കമ്മീഷണർക്കോ ആണ് എന്ത് ചെയ്യേണ്ടത്? 80 വകുപ്പ് പ്രകാരം വാറണ്ട് അയച്ച് നൽകേണ്ടത്. അടുത്ത്, ഒരു വ്യക്തിക്കെതിരെ വാറണ്ട് ഉണ്ടെങ്കിൽ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിക്ക് വിശദീകരിച്ചു നൽകണമെന്ന്
വ്യക്തമാക്കിയിട്ടുള്ള വകുപ്പ് ഏതാണ്? ഉത്തരം സെക്ഷൻ 77. അടുത്ത് 82-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് വിവരം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഉത്തരം ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. BNSന്റെ 310-ാം വകുപ്പ് എന്തിനെ നിർവചിച്ചിരിക്കുന്നു? ഡെക്കോയിറ്റിയാണ് നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ, ഡെക്കോയിറ്റിയാണ് നിർവചിച്ചിരിക്കുന്നത്. അടുത്ത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ഉത്തരം സെക്ഷൻ 316. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 316. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു. മോഷ്ടിച്ച വസ്തുവാണെന്ന അറിവോടെ ഒരു വസ്തു സ്വീകരിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. ശ്രദ്ധിച്ചോ. മോഷ്ടിച്ച വസ്തുവാണെന്ന അറിവോടെ ഒരു വസ്തു സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ കിട്ടും. അടുത്ത ചോദ്യം. BNSലെ 318-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? വഞ്ചനയാണ്. വഞ്ചന. 318 വഞ്ചന. ശ്രദ്ധിച്ചോ. BNSലെ 318-ാം വകുപ്പ് എന്തിനെ വിശദീകരിച്ചിരിക്കുന്നു? വഞ്ചനയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. BNSലെ 319-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 5 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. BNSലെ 319-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 5 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി കിട്ടും. ഓക്കെ, BNSലെ 319-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായിട്ട് കിട്ടും. അടുത്ത ചോദ്യം. മോഷ്ടിച്ച വസ്തു സ്ഥിരമായി സ്വീകരിച്ചാൽ ശിക്ഷ എന്താണ്? ഉത്തരം ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും കിട്ടും. അപ്പോൾ മോഷ്ടിച്ച വസ്തു സ്ഥിരമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ശിക്ഷ എന്താണ്? ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും കിട്ടും. ഓക്കെ, അടുത്ത് മോഷ്ടിച്ച വസ്തു അതായത് മോഷ്ടിച്ച വസ്തുവിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന BNSലെ വകുപ്പ് ഏത്? സെക്ഷൻ 317. ഒരു മോഷ്ടിച്ച വസ്തു നിർവചിച്ചിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 317. ഏതാണ്? സെക്ഷൻ 317 മോഷ്ടിച്ച വസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അടുത്ത് ഭാരതീയ ന്യായ സംഹിതയിലെ 314-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? ഉത്തരം സ്വത്തിൻ്റെ ദുരുദ്ദേശപരമായ ഉപയോഗം ചെയ്യലാണ്. ശ്രദ്ധിച്ചോ. BNSലെ 314-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? 314 സ്വത്തിൻ്റെ ദുരുദ്ദേശപരമായ ഉപയോഗം ചെയ്യൽ. ഓക്കെ, സ്വത്തിൻ്റെ ദുരുദ്ദേശപരമായ ഉപയോഗം ചെയ്യലാണ് 314 പറയുന്നത്. അടുത്ത ചോദ്യം. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ 316-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്താലുള്ള ശിക്ഷ എന്താണ്? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ 316-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്താൽ ശിക്ഷ ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ കൂടാതെ എന്ത് ചെയ്യും? പിഴയും കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ 316-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ ചെയ്തു കഴിഞ്ഞാൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും? ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ കൂടാതെ എന്ത് ചെയ്യും? പിഴയും കിട്ടും. ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം. ഡെക്കോയിറ്റി നടത്താൻ തയ്യാറെടുക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 10 വർഷം വരെ നീളാവുന്ന കഠിന തടവും പിഴയുമാണ്. ഡെക്കോയിറ്റി നടത്താൻ തയ്യാറെടുക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ നീളാവുന്ന കഠിന തടവും പിഴയുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്നുകൂടി നോക്കാം. ശ്രദ്ധിച്ചു. അപ്പോൾ മോഷ്ടിച്ച വസ്തുവാണെന്ന അറിവോടെ
ഒരു വസ്തു സ്വീകരിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. BNSലെ 318 വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? വഞ്ചനയാണ് വിശദീകരിക്കുന്നത്. BNSലെ 319 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. മോഷ്ടിച്ച വസ്തു സ്ഥിരമായി സ്വീകരിച്ചാൽ ശിക്ഷ എന്താണ്? ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും കിട്ടും. മോഷ്ടിച്ച വസ്തുവിനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്ന BNSലെ വകുപ്പ് സെക്ഷൻ 317. BNSലെ 314 വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? സ്വത്തിൻ്റെ ദുരുദ്ദേശപരമായ ഉപയോഗം ചെയ്യലാണ് BNS 314 പറയുന്നത്. ഓക്കെ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ 316 വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്താലുള്ള ശിക്ഷ എന്താണ്? ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും കിട്ടും. ഡെക്കോയിറ്റി നടത്താൻ തയ്യാറെടുക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ നീളാവുന്ന കഠിന തടവും പിഴയുമാണ് ഡെക്കോയിറ്റി നടത്താൻ തയ്യാറെടുക്കുന്നതിനുള്ള ശിക്ഷ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ നോക്കാം, ശ്രദ്ധിച്ചോ. ഒരു വ്യക്തിയെ ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുവിനെയോ അറസ്റ്റ് ചെയ്ത വിവരം അറിയിക്കാനുള്ള ചുമതലയെക്കുറിച്ച് വ്യക്തമാക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? ഉത്തരം വകുപ്പ് 48. ഓക്കെ, ശ്രദ്ധിച്ചോ. ഒരു വ്യക്തിയെ ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ സുഹൃത്തുക്കളെയോ ബന്ധുവിനെയോ അറസ്റ്റ് വിവരം അറിയിക്കുവാനുള്ള ചുമതലയെക്കുറിച്ച് വ്യക്തമാക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? വകുപ്പ് 48. ഏത് വകുപ്പ്? വകുപ്പ് 48. അടുത്ത ചോദ്യം. കുറ്റാരോപിതനായ ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലീസിൻ്റെ അപേക്ഷയിന്മേൽ അയാളുടെ വൈദ്യപരിശോധന നടത്തുന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന വകുപ്പ്. വൈദ്യപരിശോധന ഏതാണ്? വകുപ്പ് 51. ഏത് വകുപ്പ്? വകുപ്പ് 51. ശ്രദ്ധിച്ചോ. കുറ്റാരോപിതനായ ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലീസിൻ്റെ അപേക്ഷയിന്മേൽ അയാളുടെ വൈദ്യപരിശോധന നടത്തുന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? വകുപ്പ് 51. ഏത് വകുപ്പ്? വകുപ്പ് 51. അടുത്ത്. സാധാരണയായി ഇൻ്റർനെറ്റ് വഴിയും അവരുടെ സമ്മതമില്ലാതെയും ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ പറ്റി തിരിച്ചറിയാൻ പറ്റുന്ന വിവരങ്ങൾ പരസ്യമായി നൽകുന്ന പ്രവർത്തനം എന്തെന്നറിയപ്പെടുന്നു? അതിനെ ഡോക്സിംഗ് എന്ന് അറിയപ്പെടുന്നു. ശ്രദ്ധിച്ചോ. സാധാരണയായിട്ട് ഇൻ്റർനെറ്റ് വഴിയും അവരുടെ സമ്മതമില്ലാതെയും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ പറ്റി തിരിച്ചറിയാൻ പറ്റുന്ന വിവരങ്ങൾ പരസ്യമായി നൽകുന്ന പ്രവർത്തനം എന്തെന്നറിയപ്പെടുന്നു? ഡോക്സിംഗ് എന്ന് അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ഡോക്സിംഗ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം. IT നിയമത്തിൻ്റെ വകുപ്പ് 66E എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സ്വകാര്യതാ ലംഘനമാണ് IT ആക്ടിലെ വകുപ്പ് 66E പറയുന്നത്. അപ്പോൾ 66E പറയുന്നത് എന്താണ്? സ്വകാര്യതാ ലംഘനം. അടുത്ത്. മോഷ്ടിച്ച കമ്പ്യൂട്ടറും ആശയവിനിമയ സംവിധാനവും വാങ്ങുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 1,00,000 രൂപ പിഴ അല്ലെങ്കിൽ 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായിട്ട് കിട്ടും. അപ്പോൾ മോഷ്ടിച്ച കമ്പ്യൂട്ടറും ആശയവിനിമയ സംവിധാനവും വാങ്ങുന്നതിനുള്ള ശിക്ഷ എന്താണ്? 1,00,000 രൂപ പിഴ അല്ലെങ്കിൽ 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ടും കൂടിയോ എന്ത് ചെയ്യും? ശിക്ഷയായിട്ട് കിട്ടും. അടുത്ത്. ഇന്ത്യയിലെ വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 2009 ഒക്ടോബർ 27. ഇന്ത്യയിലെ വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2009
ഒക്ടോബർ 27 എന്ത് ചെയ്തത് IT ആക്ടിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത്. 2009 ഒക്ടോബർ 27. അടുത്ത് IT നിയമത്തിൽ കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 65. അറിയാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ IT നിയമത്തിൽ കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് 65 വകുപ്പ് 65. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി നോക്കാം, ശ്രദ്ധിച്ചു. ഓക്കെ. ഒരു വ്യക്തിയെ ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ സുഹൃത്തുക്കളെയോ ബന്ധുവിനെയോ അറസ്റ്റ് വിവരം അറിയിക്കുവാനുള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചുമതലയെക്കുറിച്ച് വിശദമാക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? വകുപ്പ് 48. കുറ്റാരോപിതനായ ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലീസിൻ്റെ അപേക്ഷയിന്മേൽ അയാളുടെ വൈദ്യപരിശോധന നടത്തുന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന വകുപ്പ്. പോലീസിൻ്റെ അപേക്ഷയിന്മേലുള്ള വൈദ്യപരിശോധന ഏതാണ്? വകുപ്പ് 51. സാധാരണയായി ഇൻ്റർനെറ്റ് വഴിയും അവരുടെ സമ്മതമില്ലാതെയും ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ പറ്റി തിരിച്ചറിയാൻ പറ്റുന്ന വിവരങ്ങൾ പരസ്യമായി നൽകുന്ന പ്രവർത്തനം അതിനെ ഡോക്സിംഗ് എന്ന് പറയുന്നു. IT നിയമത്തിൻ്റെ വകുപ്പ് 66E എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ടതാണ്. മോഷ്ടിച്ച കമ്പ്യൂട്ടറും ആശയവിനിമയ സംവിധാനവും വാങ്ങുന്നതിനുള്ള ശിക്ഷ എന്താണ്? 1,00,000 രൂപ പിഴ, അല്ലെങ്കിൽ 3 വർഷം വരെ തടവ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടും കൂടി ശിക്ഷയായി കിട്ടും. ഇന്ത്യയിലെ വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 2009 ഒക്ടോബർ 27. ഓക്കെ. IT നിയമത്തിൽ കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 65. ഓക്കെ. അടുത്ത ചോദ്യങ്ങളോട് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു, ഒരു 100 ചോദ്യത്തിൻ്റെ പുറത്തൊക്കെ പോയി എന്നാണ് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങൾ കൂടി നോക്കാം, ശ്രദ്ധിച്ചോ. IT നിയമത്തിൻ്റെ 65 മുതൽ 78 വരെയുള്ള വകുപ്പുകൾ പ്രതിപാദിക്കുന്നത് എന്താണ്? ഉത്തരം സൈബർ കുറ്റകൃത്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ശ്രദ്ധിച്ചോ, IT നിയമത്തിൻ്റെ 65 മുതൽ 78 വരെയുള്ള വകുപ്പുകൾ എന്ത് പ്രതിപാദിക്കുന്നു? സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. കേരള പോലീസ് നിയമത്തിലെ 69 വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കേരള പോലീസ് നിയമമാണ് 69 വകുപ്പ്. എന്തു പറയുന്നു? അഗ്നിബാധ, ദുരന്തം തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളാണ് 69 പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, കേരള പോലീസ് നിയമത്തിലെ 69 വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? അഗ്നിബാധ, ദുരന്തം തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളാണ് 69 പറയുന്നത്. അടുത്ത്, ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പോലീസ് കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് എന്ന് പറയുമ്പോൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ അത് പാടിക്കൊണ്ട് നടക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 31. ഓക്കെ. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പോലീസ് കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 31. അടുത്ത ചോദ്യം. നിയമത്തിലെ 8-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? അപ്പോൾ നിയമത്തിലെ 8-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? 3 മുതൽ 5 വർഷം വരെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 8-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? 3 മുതൽ 5 വർഷം വരെ തടവ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണും, ഏത് 8-ാം വകുപ്പ് എന്നാണ്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. ഓക്കെ. അപ്പോൾ ഏത് നിയമത്തിലെ 8-ാം വകുപ്പ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരുവിധം പഠിച്ച ആളുകൾക്ക് ഉത്തരം കിട്ടിക്കാണും. ഓക്കെ. അടുത്ത ചോദ്യം. പോക്സോ നിയമത്തിലെ 1-ാം വകുപ്പ് പ്രകാരം ഈ നിയമം ഇന്ത്യയിൽ എവിടെയെല്ലാം ബാധകമാണ്?
എന്താണ് നമുക്കറിയാം, ഇന്ത്യ മുഴുവൻ പോക്സോ നിയമം ബാധകം ആണ്. ഓക്കെ, പോക്സോ നിയമപ്രകാരം നിയമത്തിലെ 1-ാം വകുപ്പ് പ്രകാരം പോക്സോ നിയമം എവിടെയെല്ലാം ബാധകമാണ്ട? ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഓക്കെ, അടുത്ത് ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കേടുപാടുകൾ വരുത്തിയാൽ സിവിൽ നടപടിയിലൂടെയുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഏതാണ്? സെക്ഷൻ 43 പ്രകാരം. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കേടുപാടുകൾ വരുത്തിയാൽ സിവിൽ നടപടിയിലൂടെയുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നത് IT നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 43 പ്രകാരം. ഓക്കെ, അടുത്ത ചോദ്യം, സൈബർ കുറ്റകൃത്യങ്ങൾ സബ് ഇൻസ്പെക്ടർ പദവിയിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 78 ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, സൈബർ കുറ്റകൃത്യങ്ങൾ സബ് ഇൻസ്പെക്ടർ പദവിയിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 78. ശ്രദ്ധിച്ചോ, സൈബർ കുറ്റകൃത്യങ്ങൾ സബ് ഇൻസ്പെക്ടർ പദവിയിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 78. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും കൂടി എന്ത് ചെയ്യാം, നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ, IT നിയമത്തിൻ്റെ 65 മുതൽ 78 വരെയുള്ള വകുപ്പുകൾ പ്രതിപാദിക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ്. കേരള പോലീസ് നിയമത്തിലെ 69-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? അഗ്നിബാധ, ദുരന്തം തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളാണ് കേരള പോലീസ് നിയമത്തിലെ 69-ാം വകുപ്പിൽ പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പോലീസ് കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 31. അടുത്ത്, നിയമത്തിലെ 8-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? ഉത്തരം 3 മുതൽ 5 വർഷം വരെയാണ് 8-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന തടവ് ശിക്ഷ കിട്ടുന്നത്. പോക്സോ നിയമത്തിലെ 1-ാം വകുപ്പ് പ്രകാരം ഈ നിയമം ഇന്ത്യയിൽ എന്താണ്? മുഴുവനായിട്ട് ബാധകമാണ്. ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കേടുപാടുകൾ വരുത്തിയാൽ സിവിൽ നടപടിയിലൂടെയുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നത് IT നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 43 പ്രകാരം. സൈബർ കുറ്റകൃത്യങ്ങൾ സബ് ഇൻസ്പെക്ടർ പദവിയിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏത് വകുപ്പ്? സെക്ഷൻ 78. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, താഴെ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുക. മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കുക. 20-ാം തീയതി നമ്മുടെ അടുത്ത് വരുന്ന CPO എക്സാമിന് എന്ത് ചെയ്യുക, അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതുക. പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോലിയൊക്കെ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം.